ഏറ്റവും വലിയ സ്ഥാപനമാണിത്. ഈ LIC നിലനിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും വീടുകളും സ്ഥാപനങ്ങളും കയറി ഇറങ്ങി വിവിധ പുതിയ പോളിസികളെ അടക്കം പരിചയപ്പെടുത്തി ആളുകളെ അതിലേക്ക് ആകർഷിച്ച് അറിയാത്തവർക്ക് ഇപ്പം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എല്ലാമായി എന്ന് വിശ്വസിക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അല്ലെങ്കിൽ കിട്ടുന്ന പണം എത്ര രൂപ വരുമാനം വരുന്നുവോ അത്രയും തന്നെ തീർത്തിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവരെ നിരന്തരമായ ഒരു LIC ഏജന്റുമാരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ വളരെ കൗതുകത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഒരു ബിസിനസ് നടത്തുന്നതിൽ ഏജന്റുമാർ സംസാരിക്കുന്നത്, ഇടപഴകുന്നത്. എടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളിനെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കും. അപ്പോൾ ആ എടുപ്പിക്കുന്നത് കാണുമ്പോൾ ആ ആളുടെ മനസ്സിൽ തോന്നും, വേണ്ടായിരുന്നു, ഇത്രയും രൂപ മാസം അങ്ങ് പോവുക, അല്ലെ 3 മാസം കൂടുമ്പോൾ ഇത്രയും പോവുക, അല്ലെ ഒരു വർഷത്തിലേക്ക് ഇത്ര രൂപ പോവുക. പക്ഷെ ഒരു ആവശ്യം വരുമ്പോഴാണ് നന്ദിയോടെ ഏജന്റുമാർ ഓരോ വാക്കിനെയും ജനങ്ങൾ ഓർത്തെടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി ഏറ്റവും മഹത്തരമാണ്. തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുമ്പം ഒരു പ്രതിസന്ധി പെട്ടെന്ന് ജീവിതത്തിൽ വരുമെന്ന് നമ്മൾ ആരും ഓർക്കില്ല. പക്ഷെ അങ്ങനെ പ്രതിസന്ധി വരുമ്പോഴാണ് LIC ഏജന്റുമാരുടെ സേവനം ഉപകാരപ്രദമായി മാറുന്നത്. നിങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാൻ LICക്കും ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻഡംനിറ്റി ബോർഡിൻ്റെ അടക്കം കാര്യങ്ങൾ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി അടക്കം സംസാരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗുണപ്രദമായ തീരുമാനമെടുപ്പിക്കാൻ കഴിയുമോ എന്ന് തീർച്ചയായും പരിശോധിക്കും. ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ. കൂടുതൽ ഈ സത്യം പറഞ്ഞാൽ LIC ഇന്ന് മത്സര രംഗത്താണ്. എത്ര പുതിയ ഇൻഷുറൻസ് കമ്പനികളാണ് നാട്ടിൽ ഊണുകൾ പോലെ പൊട്ടിമുളയ്ക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലും വിശ്വാസ്യതയോടെ എന്നും നിലനിൽക്കുന്ന സംരംഭമായി നമ്മുടെ LIC ഇവിടെ ഉണ്ടാകട്ടെ. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം.